മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ. അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നടന്ന കൊള്ളയടിക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യം. ബിജെപി അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഭരിച്ചിടുന്നൊരു ബാങ്കാണ്. പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം. അങ്കമാലി അർബൻ സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുക, എടുക്കാത്ത വായ്പയുടെ പേരിൽ പാവപ്പെട്ടവരെ ദ്രോഹിക്കാതിരിക്കുക, ക്രമക്കേടിന് കാരണക്കാരായ സംഘം ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യുക, കോടികൾ വായ്പയെടുത്ത് അടയ്ക്കാത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. KSRTC സ്റ്റാൻഡ് പരിസരത്തു നിന്ന് മാർച്ച് ആരംഭിച്ചു. ടൗൺ ചുറ്റി നടന്ന പ്രകടനം ബാങ്കിനു മുൻപിൽ സമാപിച്ചു. അടച്ചുപൂട്ടിയ ബാങ്കിന്റെ ഷട്ടർ തള്ളി തുറക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. ഷട്ടർ അടച്ചിട്ട് പോലീസ് കുറ്റവാളികളെ സംരക്ഷിക്കാൻ നോക്കുന്നു എന്നാരോപിച്ച് പ്രവർത്തകർ ഷട്ടറിൽ അടിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന ധർണ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മുഖമുദ്രയായി മാറിയ ഒരു സാഹചര്യത്തിലാണ് അങ്കമാലി അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് BJPയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധ മാർച്ചുമായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ ഇന്നലെയും മിനിയാന്നുമൊക്കെയുള്ള പത്രവാർത്തയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് കിടപ്പ് രോഗിയായിട്ടുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം കൈകാലുകൾ തളർന്ന് അവശനായി കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഒരാളുടെയും ആശ്രയമില്ലാതെ പുറത്തുപോലും ഇറങ്ങാതെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മക്കളുടെയും ബന്ധുക്കളുടെയും പേരിൽ പോലും വലിയ തുക ലോൺ കൊടുത്തു എന്നൊരു വ്യാജരേഖയുണ്ടാക്കി ആ വീട് ജപ്തി ചെയ്യുവാനുള്ള നീക്കവുമായിട്ട് ഈ ബാങ്ക് അങ്കമാലി അർബൻ സഹകരണ ബാങ്ക് മുന്നോട്ട് പോകുന്നു എന്നൊരു വാർത്തയാണ് വേറെ ഞെട്ടലോടുകൂടി അങ്കമാലിയിലെയും കേരളത്തിലെയും പൊതുസമൂഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിച്ചത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ സഹകരണ ബാങ്കിന് നേതൃത്വം കൊടുക്കുന്നത്
പലപ്പോഴും കാലങ്ങളായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു സഹകരണ മുന്നണിയാണ് ഈ ബാങ്കിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബാങ്കിന്റെ അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങൾ അഴിമതിക്കാരിൽ അഴിമതി നടത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റ് പാർട്ടി ആളുകളാണെന്ന് പറയുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് കരുവാന്നൂർ സഹകരണ ബാങ്കിനെ കുറിച്ചാണ്. കോൺഗ്രസിന്റെ ആളുകൾ കരുവാന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന വലിയ അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ പുണ്യവാളന്മാരാണ്, ഞങ്ങൾ സഹകരണ ബാങ്കിന്റെ പേരിൽ അഴിമതി നടത്തില്ല എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമ്പോൾ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ അവിടെ പുൽപ്പള്ളി സഹകരണ ബാങ്കിന് അഴിമതി നടന്നപ്പോ അറസ്റ്റിലായത് എബ്രഹാം എന്ന് പറയുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ആ അഴിമതിയിൽ 101 കോടി രൂപ അഴിമതി നടത്തിക്കൊണ്ട് ജയിലഴിക്കുള്ളിലായത് ഈ നാട്ടിലെ കോൺഗ്രസുകാർ മറന്നുപോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ പലപ്പോഴും സഹകരണ ബാങ്കുകൾ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തിക്കുന്ന ചെറുകിട ബാങ്കുകൾ പലപ്പോഴും സാധാരണക്കാർക്ക് ഗുണകരമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അല്ലായെങ്കിൽ കല്യാണ ആവശ്യങ്ങൾക്ക് ഒരുപാട് നൂലാമാലകൾ മറ്റു ബാങ്കുകൾ ഉള്ളപ്പോ ഒരു ലോൺ പാസ്സാക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണമെന്നുള്ളപ്പോ ആ കടമ്പകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ ലോണുകൾ ലഭ്യമാക്കുന്ന നടപടികൾ പലപ്പോഴും ബാങ്കുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സഹകരണ മേഖല ഇത്രയും തഴച്ചു വളരാൻ കാരണമായിട്ടുള്ളത്. കേരളത്തിൽ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചതും സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സഹകാരികൾ മുന്നോട്ട് വന്നിട്ടുള്ളതും ഈ ഒരു ആവശ്യം അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ ഒന്നാമത്തെ സഹകരണ ബാങ്ക് നിലനിൽക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് N മനോജ് അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ AV രഘു, സന്ദീപ് ശങ്കർ, BJP സംസ്ഥാന കൗൺസിൽ അംഗം MN ഗോപി, ജില്ലാ സെക്രട്ടറി VK ഭസിത് കുമാർ, നേതാക്കളായ ഷീജ സതീഷ്, സലീഷ് ചമ്മണ്ടൂർ, CM ബിജു, അഡ്വക്കേറ്റ് VN സുഭാഷ്, KT ഷാജി, KV ബിന്ദു, രാഹുൽ പാറക്കടവ്, നിക്ഷേപക സംരക്ഷണ സമിതി പ്രസിഡന്റ് PA തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി.